ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മത്തി മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി മത്തിയാണ് നമുക്കിവിടെ കിട്ടിയേക്കണേ. മത്തി നന്നാക്കി എടുക്കാം. പരിഞ്ഞിയിലുള്ള മത്തിയാണ് കിട്ടിയേക്കണേ. എല്ലാവരും എന്താ ഇതിന് പറയുക? നമ്മളിവിടെ പരിഞ്ഞിയിൽ എന്ന് പറയും. ഇതിനുള്ളിലെ കറുപ്പൊക്കെ നന്നായിട്ട് കളയണം. നല്ല പോലെ കളഞ്ഞ് മീനെല്ലാം നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തേച്ച് കഴുകിയെടുക്കാം. ഉപ്പിട്ട് തേച്ച് കഴുകിയെടുക്കണം. ഇത്രയും പരിഞ്ഞിൽ നമുക്ക് ഇതിന് കിട്ടി. നല്ല നെയ്യുള്ള മത്തിയാണ്. മുളകിടാൻ നല്ലതാണ്. മീനെല്ലാം നല്ലോണം വെളുത്തിട്ടുണ്ട്. വെള്ളി പോലെ വെളുത്തിട്ടുണ്ട്. എല്ലാം തേച്ച് കഴുകിയെടുത്തു. മീൻ നന്നായി വെട്ടി തേച്ച് കഴുകിയെടുത്താലാണ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുക. മീൻ മുളകിടുന്നതിന് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക് 3-4 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്. മത്തി ഒന്നാക്കി വെള്ളത്തിലിട്ട് വെച്ച്. ഞാൻ അവിടെ വെളുത്തുള്ളി മുളകിടുന്നതിൽ ചേർക്കാറില്ല. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നു. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. മുളകിടുന്നതിന് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി. നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. പിന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. മൂടി വെച്ച് വേവിക്കാം. മീനൊന്ന് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. 5 മിനിറ്റോടെ മൂടി വെച്ച് വേവിക്കാം. മീൻ മുളകിട്ടതൊക്കെ നന്നായി തിളച്ച് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.